കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ മാറ്റം എന്താണെന്ന് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കുറ്റം പറഞ്ഞവരെ കൊണ്ട് തന്നെ തിരുത്തി പറയിക്കുന്നതാണല്ലോ മികവ്. അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുന്ന രീതി. കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. വീഗാർഡിൻ്റെ ഉടമ അദ്ദേഹം മനോരമയിൽ ഉൾപ്പെടെ കൂടെ കൂടെ ഇടതുപക്ഷത്തിനെ ട്രോളൽ, പരിഹസിക്കൽ, അധിക്ഷേപിക്കൽ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഒരു വിനോദമാണ്. അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനൊരു ഹരമാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി അദ്ദേഹം 10 വർഷങ്ങൾക്ക് ശേഷം ഈ സർക്കാർ കൊണ്ടുവന്ന മാറ്റത്തെക്കുറിച്ച് പരിഹസിച്ച വ്യക്തി തന്നെ തിരുത്തി പറയണമെന്നുണ്ടെങ്കിൽ മാറ്റമാണോ അല്ലയോ? ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, മിനിസ്റ്റർക്കും അറിയാം. കാരണം അന്നത്തെ ഒരു കാലം അല്ല ഇന്ന് കുറേയും കൂടിയൊക്കെ വ്യവസായ സൗഹൃദമായി. കാരണം എല്ലാവരും മാറി ചിന്തിച്ചു തുടങ്ങി. അതിൻ്റെ ഗുണങ്ങൾ കേരളത്തിനും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നേട്ടങ്ങൾ നമ്മുടെ എൻ്റർപ്രണേഴ്സിനും കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ജോലിക്കാർക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. എത്ര മാർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറയാമോ? അയ്യോ, മാർക്കിടാൻ തന്നെ അറിയില്ല. കേട്ടല്ലോ, വ്യവസായ മേഖല കേരളം അതിന് അനുയോജ്യമേ അല്ല, കേരളത്തിൽ ഒരു വ്യവസായവും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ കേരളം മാറിയിരിക്കുന്നു. പണ്ടത്തെ പോലെയല്ല, അവർ തന്നെ കേരളത്തെ മാറ്റിയെടുത്തിരിക്കുന്നു. എന്തായിരിക്കും അങ്ങനെ സംഭവിക്കാൻ കാരണം? അതായത് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങളെ മാറ്റിയെടുക്കുമ്പോൾ വീണ്ടും അത് തന്നെ തുടർന്നാൽ ജനം പരിഹസിക്കും. അതുകൊണ്ട് മന്ത്രി പി രാജീവ് പങ്കെടുത്ത വേദിയിൽ കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി എന്ന വ്യക്തി, അതായത് കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി എന്ന ബിസിനസ്സുകാരൻ, വീഗാർഡിൻ്റെയും വീഗാലാൻഡിൻ്റെയും ഒക്കെ ഓണറായിട്ടുള്ള ആ വ്യക്തി ഇന്നിപ്പോൾ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊൻതൂവലാണോ അല്ലയോ? അതേ ആവർത്തിച്ച് പറയുന്നുള്ളൂ. ഒന്നും ആരും ക്രെഡിറ്റിന് വേണ്ടി പറയണ്ട. മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം. കുറ്റം പറയുന്നവർക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കൂടി ഉത്തരവാദിത്തമുണ്ട്. അപ്പോഴാണ് വിമർശിക്കുന്ന ചില കാര്യങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നത്. ആ നിലയ്ക്ക് ഇന്നലകളിൽ വിമർശിച്ച കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി ഇന്ന് മാറ്റി പറഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷ സമരത്തിന് നേരെ ഒരു സ്ത്രീ കടന്നു വന്നപ്പോൾ 5 ലക്ഷം പാരിതോഷികം കൊടുത്ത വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ അത് ഈ നാടിൻ്റെ തലവര മാറ്റുന്നു, മുഖച്ഛായ മാറ്റുന്നു എന്ന തരത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ മൈക്കിൽ പ്രസംഗിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ അത് തന്നെയാണ് 10 വർഷത്തെ ഇടതു ഭരണത്തിൻ്റെ നേട്ടം. അതിന് ഓരോരുത്തർ അതിൻ്റെ ഭാഗമായി എന്നേ ഉള്ളൂ. അതിനെ മാധ്യമങ്ങൾ അക്കാര്യങ്ങളെക്കുറിച്ച് വാ തുറക്കില്ല എന്ന് കരുതിക്കൊണ്ട് കുറ്റം പറഞ്ഞ് നടന്നവർക്ക് തന്നെ പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ പ്രതികരണം തെളിയിക്കുന്ന യാഥാർത്ഥ്യം.